അസ്സലാമു അലൈക്കും. കോഴിക്കോട് ബീച്ചിലാണുള്ളത്. ഈ ബീച്ചിലിങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ പഴയ കുറേ ഓർമ്മകൾ ഇങ്ങനെ മൈൻഡിലേക്ക് വരും. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എനിക്ക് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞാൽ വലിയ ക്രേസുള്ളൊരു സ്ഥലമായിരുന്നു. കാരണം നമ്മൾ പൊതുവേ എൻ്റെ ഉപ്പൊക്കെ പഠിച്ചത് എറണാകുളത്തൊക്കെയാണ്. അപ്പോൾ കുറച്ചും കൂടെ ടച്ച് കൂടുതൽ ആ ഒരു സൗത്ത് ഏരിയ വേണ്ട. അവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ പോകും. പക്ഷെ കോഴിക്കോട് കണ്ണൂർ ഏരിയയുമായിട്ടൊന്നും ഒരു ബന്ധമില്ല എന്നുള്ളതാണ്. വരാറുമില്ല, യാതൊരു വിധത്തിലുള്ള ബന്ധമില്ല എന്നുള്ളതാണ്. അപ്പോൾ 6th-ലോ 7th-ലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നതൊക്കെ. പക്ഷെ എനിക്കെന്തോ ഈ നാടിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ 7th-ലൊക്കെ പഠിക്കുന്ന സമയത്ത് അതൊന്നും ഒരു അസൈൻമെൻറ്റ് ഓർമ്മയുണ്ട്. അതിൽ ഇഷ്ടപ്പെട്ടൊരു നാടിനെ കുറിച്ച് എഴുതാനാണ്. ആ സമയത്ത് ഞാൻ കോഴിക്കോടിനെ കുറിച്ചാണ് എഴുതുന്നത്. ഒരുപാട് നാടുകൾ നമ്മുടെ മുന്നിലുണ്ടാവുമല്ലോ. ഇവിടെ എന്നിട്ടും ഞാൻ അതിൽ കോഴിക്കോടാണ് സെലക്ട് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഈ നാടിനോട് എന്നുള്ള ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട്. ഞാൻ സത്യത്തിൽ XNYയിൽ ജോയിൻ ചെയ്തൊക്കെ ഇങ്ങനെ കുറേ കാരണങ്ങളും ഉണ്ടാവും. ഒരു സൈഡിൽ അജ്മൽ സാർ എന്നുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഒരു സൈഡിൽ കോഴിക്കോട് എന്നുള്ളൊരു കാരണം. ഇങ്ങനെ കുറേ കാരണങ്ങളായിരുന്നു എനിക്ക്. എന്നോട് കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്തുകൊണ്ട് റെഡിയാണ്. അപ്പോൾ അങ്ങനെ അത് ഭയങ്കര രസമുള്ളൊരു കഥയാണ്. പിന്നെ XNYയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ പോസ്റ്റ് എന്താണെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എൻ്റെ ആവശ്യങ്ങൾ വേറെയാണല്ലോ. എനിക്ക് വേണ്ടത് എന്താ, എനിക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഈ അജ്മൽ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പൊതുവെ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, അജ്മൽ സാറിൻ്റെ ഒരു വലിയ ഫാനായിരുന്നു. ഈവൻ FBയിലൊക്കെ സാർ എടുക്ക് എൻ്റെ പോസ്റ്റുകളൊക്കെ ഇങ്ങനെ എടുത്ത് ഷെയർ ചെയ്യുന്ന ടൈമിൽ പോലും എനിക്കുണ്ടാവുന്ന ഒരു ഭയങ്കര പ്ലഷറുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കും പഠിച്ചേനെ, അജ്മൽ സാർ ഷെയർ ചെയ്തൊക്കെ കണ്ടാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കും പഠിച്ചേനെ പോസ്റ്റ് കുഴപ്പമില്ലല്ലേ, അപ്പോൾ പോസ്റ്റ് നല്ലതാണല്ലേ. അജ്മൽ സാർ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കത് എൻ്റെ പോസ്റ്റ് നല്ലതാണെന്ന് ഉറപ്പിക്കാനുള്ളൊരു കാരണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഇങ്ങനെ വെറുതെ എന്തോ ഒരു കാര്യത്തിന് അജ്മൽ സാറിൻ്റെ FB ഇങ്ങനെ പഴയതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ടൈമിൽ എൻ്റെ 1-2 പോസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്തൊക്കെ ഞങ്ങൾ കണ്ട്. അപ്പോഴെനിക്കിങ്ങനെ ഓർമ്മ വരുന്നു പണ്ട്, അതായത് അജ്മൽ സാർ എൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്താൽ ഓക്കെ എൻ്റെ പോസ്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ ഉറപ്പിച്ചിരുന്നത്. അപ്പോൾ അത്രക്കും ഒരു എന്താ പറയുക, ഞാൻ അത്രയും വലിയ ഫാനായിരുന്നു സാറിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കൂടുതലൊന്നും ആലോചിക്കാണ്ടാണ് കോഴിക്കോട്ടേക്ക് വരുന്നത്. നമ്മൾ പറഞ്ഞ് എവിടെയോ എത്തിയില്ലേ. ഞാനും കോഴിക്കോട് തമ്മിൽ പറഞ്ഞു തുടങ്ങിയാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് പോണ്ടിച്ചേരി അങ്ങനെ കുറേ ഫാക്ടറീസ് അങ്ങനെ ഉള്ളതുപോലെ തന്നെ എനിക്ക് കോഴിക്കോട്ടോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കോഴിക്കോട് ജീവിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വന്ന കഥ പറഞ്ഞില്ലല്ലോ. ഇന്നൊരു ഇഫ്താറുണ്ട് കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട്. XNYയിലെ കോളേജസ് എല്ലാവരും കൂടെ ബീച്ചിൽ വെച്ചിട്ട് ഇഫ്താർ റെഡിയാക്കിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് വന്നതാണ്. അവർ വേറെ ഏതോ സൈഡിലാണുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അല്ലേ. നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇഫ്താറിൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഓരോരുത്തരിങ്ങനെ വന്ന് തുടങ്ങുന്നുള്ളൂ. എന്നാലും നമ്മളിവിടെ ഉണ്ട്. ഭയങ്കര രസമുണ്ടല്ലോ. ഇന്ന് സ്കൈ ഭയങ്കര ഇഷ്ടമായി കാണിച്ചത്. വല്ലാത്ത രസമുള്ളൊരു സ്കൈ. പോണ്ടിയിലായിരുന്നെങ്കിൽ മുബഷിർ ഇങ്ങനെ സ്കൈയുടെ ഒരു 10,000 ഫോട്ടോ എടുത്ത് കളിക്കും. അപ്പോൾ അവളെയും കൂടെ ഈ ഒരു ടൈമിൽ ഇങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ എന്നാൽ ഇഷ്ടം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അവിടെ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ ഒരു നോമ്പ് തുറക്കാനുള്ളൊരു ടൈമായി. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും കുറിച്ച് അവിടെ നിന്ന് പോയി നിൽക്കണമല്ലോ. അങ്ങനെ അപ്പോൾ ശരി, വേറൊരു വീഡിയോയിൽ കാണാൻ ഇഷ്ടമാണ്. അപ്പോൾ നല്ല കോണ്ടൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറയും കേട്ടോ. എനിക്ക് നല്ല കോണ്ടൻറ് ക്ഷാമം നേരിടുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് നല്ല കോണ്ടൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറ്റുകയാണെങ്കിൽ പറയും കേട്ടോ. ശരി, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.